ഹലോ നമസ്കാരം സുഖാണോ എല്ലാവർക്കും ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി സിറത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ മുഖത്തുണ്ടാവുന്ന വരകളും ചുളിവുകളും ഒക്കെ മാറ്റി സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഓപ്പൺ പോഴ്സ് മാറാനും പിമ്പിൾസ് വന്ന പാടുകൾ മാറാനും പിന്നെ നമ്മളുടെ മുഖം നന്നായിട്ട് കളർ വെപ്പിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി സിറാണ്. ഇതിലപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നല്ലേ അതറിയാൻ വേണ്ടിയിട്ട് വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അളവ് പറയുകയാണെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം ഉണ്ടാവും കേട്ടോ. അത് ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ ആ ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളുടെ മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ്, ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാം, മുടി വളർത്താം. അതേപോലെ തന്നെയാണ് നമ്മളുടെ സ്കിന്നിനും. നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചാലും നല്ലതാണ്, അതുപോലെ പുറമെ അപ്ലൈ ചെയ്താലും വളരെ വളരെ നല്ലതാണ് നമ്മളുടെ സ്കിന്നിന്. അപ്പോൾ ഫ്ലാക്സ് സീഡ് എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. ഇതിനെ മലയാളത്തിൽ പറയാൻ ചണവിത്തെന്നാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് മിക്ക കടകളിലും ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും. ഇനി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങാടി മരുന്ന് കടയില്ലേ, അവിടെ എന്തായാലും ഇത് കിട്ടുന്നുണ്ട്. ചണവിത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 100 ഗ്രാമിന് നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. 100 ഗ്രാം 50 ഗ്രാമൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അധികം റേറ്റൊന്നും ഇല്ലാത്ത സാധനമാണ്. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടാകുമ്പോൾ തന്നെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ഇടാം. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ടായി. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഒരു ജെല്ലിൻ്റെ പരിവാവും. അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലൊക്കെ കണ്ടിട്ടില്ല, ഒരു ജെല്ലി ടൈപ്പാണ്. അതേപോലെയാവും ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴേ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ വേറൊരു പണിയൊന്നും അതിൻ്റെ ഇടയിൽ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ജെല്ലിൻ്റെ ഒരു പരിവായി കഴിയുമ്പോൾ ഇതുപോലെ സ്പൂണിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നൂല് പോലെ വരും. അതായത് ഇങ്ങനെ സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വരണ കാണാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അധികം കട്ടിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അധികം കട്ടിയായി കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ സീഡ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ലിക്വിഡ് മാത്രം നമുക്കിനി മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറിനേക്കാളും മുമ്പ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അരിപ്പയിലിട്ടിട്ട് കുറച്ച് താമസമുണ്ട് ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇത്തിരി ടൈം എടുക്കും. ഞാനിത് മുമ്പ് വീഡിയോ ചെയ്തപ്പോഴേ ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ണ്ടായിരുന്നു ജെല്ലെടുക്കാൻ പറ്റുന്നില്ല എന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് അത് കുറേ നേരം തിളപ്പിച്ച് ഭയങ്കര കട്ടിയായിട്ട് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തത്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ അരിച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചൂടാറും തോറും ഇതിൻ്റെ കട്ടി ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ അരിപ്പയിൽ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡ് മാത്രം മതി, സീഡിൻ്റെ ആവശ്യമില്ല. കാരണം സീഡിൽ നിന്ന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിപ്പോൾ ഈ ലിക്വിഡിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സീഡ് നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ മുഖക്കുരു മാറ്റാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഫ്ലാക്സ് സീഡ്. കാരണം ഇതിൽ കൂടുതലായിട്ടും omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. നമ്മൾ പുറമെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പിമ്പിൾസ് നന്നായിട്ട് ഉണങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ ഈ ഒരു ജെല്ല് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാടുകൾ പോകാനും ഒക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഓൾ ഇൻ വൺ ബ്യൂട്ടി സിറം എന്ന് പറയാം. കരിമംഗല്യം പോവില്ല കേട്ടോ. കരിമംഗല്യം ഒഴികെ ബാക്കി എന്ത് സ്കിൻ പ്രോബ്ലവും ഇതുകൊണ്ട് മാറും. പിന്നെ ഇത് അകത്തേക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത് അകത്തേക്ക് കഴിക്കുക. അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ട പോഷക ഗുണങ്ങളൊക്കെ കിട്ടില്ലല്ലോ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതലും ഫൈബർ കണ്ടൻറ്റും പിന്നെ omega-3 ഫാറ്റി ആസിഡ് നമ്മളുടെ ശരീരത്തിന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് അകത്തേക്ക് കഴിക്കാറ്. അവസാനം ഒരു തുണിയിലിട്ടിട്ടൊന്നും കൂടി അങ്ങോട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. കാരണം അരിപ്പയുടെ ഹോൾ എന്ന് പറയുന്നത് വളരെ കൊച്ചു ഹോൾസ് അല്ല, അതിൽ കൂടെ ജെല്ല് ശരിക്കും കൂടി വരണുണ്ടായിരുന്നില്ല. അപ്പോൾ തുണിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ജെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡും പിന്നെ 1.5 കപ്പ് വെള്ളവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടി സിറം ഉണ്ടാക്കണേ. അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഞാൻ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെയർ ഓയിലൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ് ആൽമണ്ടിൻ്റെ ഹെയർ ഓയിൽ ചേർത്തോട്ടേന്ന്. ആൽമണ്ടിൻ്റെ ഹെയർ ഓയിൽ എന്ന് പറയണത് മുടിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലത്തെ പ്യുവർ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ആൽമണ്ട് ഓയിലാണ് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക.
പിന്നെ ആൽമണ്ട് ഓയിൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിലി സ്കിന്നാണ്, അതായത് ഭയങ്കര ഓയിലി സ്കിന്നുകാരുണ്ടാവില്ലേ, ഏതൊരു ഓയിൽ അപ്ലൈ ചെയ്താലും പിമ്പിൾസ് വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ഈ സ്റ്റെപ്പ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏത് ഓയിലാണോ സ്യൂട്ടാവുന്നത്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർക്കുക. ഇനി അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിലാണ് ചേർക്കണേ. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ട് ബ്ലെൻഡായിട്ട് ഒരു ക്രീമി ഫോമിൽ കിട്ടും, ഒരു വൈറ്റ് കളർ ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും. നമ്മളുടെ ബ്യൂട്ടി സിറം ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ഇത് ഹോസ്റ്റലേഴ്സ് ഫ്രണ്ട്ലി അല്ല കേട്ടോ, സോറി. നമുക്ക് എന്തായാലും ഹോസ്റ്റലുകാർക്ക് പറ്റിയിട്ടുള്ള ബ്യൂട്ടി സിറമൊക്കെ വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ കേടായി പോകും. പിന്നെ അപ്പം ഉണ്ടാക്കി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് എടുക്കുക, അതുപോലെ മിക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ അപ്പം ഉണ്ടാക്കി ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണതായിരിക്കും നല്ലത്. ഞാൻ ഈ സിറം രാവിലെയാണ് അപ്ലൈ ചെയ്യാറ്. എഴുന്നേറ്റിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വെറുതെ വെള്ളത്തിൽ കഴുകുള്ളൂ, അല്ലാതെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കില്ല. എന്നിട്ട് ഇതങ്ങോട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ച് വിരലിൻ്റെ അറ്റം കൊണ്ട് താഴെ നിന്ന് മേലേക്ക് നന്നായിട്ട് മസാജ് ചെയ്യും. അങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സിറം നമ്മളുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ആഴ്ന്നിറങ്ങും. പിന്നെ നമ്മൾ മുഖത്ത് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവേ ഇല്ല. നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ മുഖത്തൊരു സാധനം ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്രീമൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ്, പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് അബ്സോർബ് ആവും. പിന്നെ ഇത് രാവിലെ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടണേ അപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 നേരം അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ രാവിലെ മാത്രം, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോണേക്കാളും തൊട്ട് മുമ്പ് ഒരു നൈറ്റ് സിറമായിട്ടും ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി വേറൊരു നൈറ്റ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് രാവിലെ അപ്ലൈ ചെയ്യണത്. പിന്നെ നമ്മൾ പ്രായം കൂടുന്തോറുമാണ് നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാം. ഒരു 25 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ സ്മൈൽ ലൈൻസും മുഖത്തെ ചെറിയ വരകളും ചുളിവുകളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുഖം നന്നായിട്ട് ടൈറ്റൻ ചെയ്യും. പിന്നെ ഓപ്പൺ പോൾസ് ഉണ്ടാവില്ലേ, ചെറിയ സുഷിരങ്ങൾ ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാവില്ലേ മുഖത്ത്, അത് നന്നായിട്ട് ടൈറ്റൻ ചെയ്യും. പിന്നെ ഇത് 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരാൻ തുടങ്ങും. മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന രീതിയിൽ മുഖം വെട്ടിത്തിളങ്ങുന്ന തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ ആ ഒരു തിളക്കം മുഖത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ സ്കിൻ വൈറ്റനിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ സ്കിന്ന് നന്നായിട്ട് ഫെയർ ആവും. പിന്നെ കറുത്ത പാടുകൾ പോവും. കരിമംഗല്യം ഒഴികെ ബാക്കി എല്ലാ സ്കിൻ പ്രോബ്ലത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരാം. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം, എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാം. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പായിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.